കേരള PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 3 resistances, each having a value of small a ohm, are connected to form a star structure. If a 3-phase balanced supply with a line voltage of capital A volts is applied, then the power drawn per phase from the supply is. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു 3-phase സ്റ്റാർ കണക്ഷൻ ആണ്. R, Y, B എന്നിവയാണ് ഫേസ് ലൈനുകൾ. ഈ 3 ഫേസ് ലൈനുകളും ഒരു കോമൺ ന്യൂട്രൽ പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫേസ് ലൈനിനും ന്യൂട്രലിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഫേസ് വോൾട്ടേജ്. 2 ഫേസ് ലൈനുകൾക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ലൈൻ വോൾട്ടേജ്. VL √3 VPH ആയിരിക്കും. അതായത് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ 3 ഫേസ് ബാലൻസ്ഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3 ഫേസിലെയും റെസിസ്റ്റൻസ് വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇനി ആ റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. ഏതാണ്? സ്മോൾ എ. പിന്നെ ലൈൻ വോൾട്ടേജ് ക്യാപിറ്റൽ എ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവറാണ് കണ്ടുപിടിക്കേണ്ടത്. പെർ ഫേസ്, അതായത് ഒരു ഫേസിലെ പവറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പവർ നമുക്കറിയാം, V × I അല്ലെങ്കിൽ V²/R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. അപ്പോൾ ഒരു ഫേസിലെ പവർ VPH × IPH. ടോട്ടൽ പവർ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ പവർ 3 × VPH × IPH. ക്വസ്റ്റ്യന് നമുക്ക് VLന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് VPHന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാവുന്ന ഒരു റിലേഷൻ VL √3 VPH. അപ്പം ഇതിൽ നിന്ന് നമുക്ക് VPH എന്ത് കിട്ടും? VL/√3 എന്ന് കിട്ടും. VLന്റെ വാല്യൂ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ക്യാപിറ്റൽ A. അപ്പം VPH A/√3 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? പവർ പെർ ഫേസ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ VPH²/R. VPHന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? A/√3. അപ്പം നമ്മൾ A/√3 2 ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സ്മോൾ a. A² ഡിവൈഡഡ് ബൈ √3ന്റെ സ്ക്വയർ 3 × A. അപ്പോൾ പവർ പെർ ഫേസ് നമുക്ക് എങ്ങനെ കിട്ടും? A² ഡിവൈഡഡ് ബൈ 3A എന്ന് കിട്ടും. അതാണ് ആൻസർ.